ഇപ്പോഴും ഐ ജസ്റ്റ് മെറ്റ് സം ഡയറക്ടേഴ്സ് എ ഫ്യൂ ഡേയ്സ് ബാക്ക് ബോംബെയിൽ. എല്ലാവരും മലയാളം പടത്തിൻ്റെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. സെയിങ് പവർ ഓഫ് മലയാളം, യുനോ സോ ഗുഡ്, അവരുടെ സ്റ്റോറീസ് നല്ലതാണ്, ഇത് നല്ലതാണ്, പ്രേമലു ആണെങ്കിലും ആവേശമാണെങ്കിലും എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. നായാട്ട് ഓൾറെഡി തമിഴ്, തെലുങ്ക്, ഹിന്ദി റീമേക്ക് റൈറ്റ്സ് പോയതാണ്. അവർ എടുത്തിട്ടില്ല, പല എനിക്കൊന്ന് തെലുങ്ക് വന്നു. എന്തായാലും അവർ റീറൈറ്റ് ചെയ്യല്ലോ, അവരൊരു കൾച്ചറിലോട്ട് മാറ്റി. എനിക്ക് എങ്ങനെ അത് പോയിന്നറിയില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഓഡിയൻസിനകത്ത് ഇതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാ ഡൈനാമിക്സിനെ കുറിച്ചും ആളുകൾ ചിന്തിക്കുന്നുണ്ട്, അതിലെല്ലാ ലെയേഴ്സിനെ കുറിച്ചും ആളുകൾ കോൺഷ്യസ് ആവുന്നുണ്ട്. ഇതിൽ തെറ്റ് ശരി ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് അവിടെ വരുന്നുണ്ട്. അത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ OTT വന്നതോടുകൂടെ വലിയ ഈ വേൾഡിലെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്കാണ് പുതിയ സിനിമകൾ വരുന്നത്. ഇത് ഫോർ എ റൈറ്റർ, ഫോർ എ ഡയറക്ടർ ഒരു ചലഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുന്നത്, നമ്മൾ സിനിമ കാണുന്നു, കൂടുതൽ കാണുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ശീലം മാറും അല്ലേ. നമ്മളെങ്ങനെയാണോ വായിച്ചുകൊണ്ടിരുന്നത് അതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ എന്താണോ കാണുന്നത് ആ കാഴ്ച നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫിലിം മേക്കിംഗ് എല്ലാം ആ രീതിയിലോട്ട് മാറും. അത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് OTT വലിയ കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ നായാട്ട് ആരും അറിയില്ലായിരുന്നു. കാരണം കൊറോണ സമയത്ത് തിയേറ്റർ അടച്ചുപോയി, ഷോ രണ്ടാമത്തെ ആഴ്ച പോയതാണ്. ഞങ്ങളെല്ലാം വല്ലാതിരിക്കുന്ന സമയത്താണ്, ഞങ്ങൾക്കറിയില്ല എവിടെ നിന്നൊക്കെയാണോ കോൾ വരുന്നതെന്ന്. സോ വെളിയിൽ നിന്നെല്ലാം ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. മാർട്ടിൻ ചേട്ടൻ ഞാനൊക്കെ എത്തുമ്പം OTT വലിയൊരു കാര്യമാണ്. അതാണ് when he said about നായട്ട്. ഇപ്പോൾ നായട്ട് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പം ഇവിടെ ആർക്കും അറിയില്ലായിരുന്നു, പക്ഷേ OTT, ദാറ്റ് ഇസ് എ പവർ ഓഫ് OTT. ഇപ്പോൾ OTTയിൽ നായട്ടെന്ന് പടം വന്നു കഴിഞ്ഞിട്ട് പീപ്പിൾ ഇൻ ദ നോർത്ത് സ്റ്റാർട്ടഡ് കോളിംഗ് ആൻഡ് ദേ സേ അയ്യോ ഇങ്ങനത്തെ ഒരു പടം ഉണ്ടല്ലേ. സോ ദേ സാറ്റ് ആൻഡ് സ്റ്റാർട്ടഡ് വാച്ചിങ് സച്ച് ഫിലിംസ്. ഇപ്പോൾ ചിലപ്പം ദേ മൈറ്റ് ഹാവ് നോട്ട് നോൺ, ഇപ്പോൾ തിയേറ്ററിക്കൽ റിലീസ് ആണെങ്കിലും ദേ മൈറ്റ് ഹാവ് നോട്ട് നോൺ ദാറ്റ് ഇങ്ങനെ ഒരു പടമുണ്ട്, ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ OTTയുടെ പവർ ദേ ഓൾ സോ. ഇപ്പോഴും ഐ ജസ്റ്റ് മെറ്റ് സം ഡയറക്ടേഴ്സ് എ ഫ്യൂ ഡേയ്സ് ബാക്ക് ബോംബെയിൽ. എല്ലാവരും മലയാളം പടത്തിൻ്റെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. സെയിങ് പവർ ഓഫ് മലയാളം, യുനോ സോ ഗുഡ്, അവരുടെ സ്റ്റോറീസ് നല്ലതാണ്, ഇത് നല്ലതാണ്, പ്രേമലു ആണെങ്കിലും ആവേശമാണെങ്കിലും എവറിബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ബിക്കോസ് അത് OTTയിൽ വന്നു. ബിക്കോസ് ഇപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസ് ദേ ഡോണ്ട് വാച്ച് എ ലോട്ട് ഓഫ് ഫിലിംസ്, അവർ ഫിലിംസ് ഇൻ ദ സൗത്ത്, ഐ മീൻ ഇൻ തിയേറ്റേഴ്സ്, ബിക്കോസ് അവർക്ക് ചിലപ്പം ഭാഷ അറിയില്ല. ആൻഡ് ദേ നോട്ട് മെനി തിയേറ്റേഴ്സ് വിൽ ഹാവ് സബ് ടൈറ്റിൽസ്. പക്ഷേ ഇപ്പോൾ ദാറ്റ്സ് ഓൾസോ ദ പ്ലസ് പോയിന്റ് ഓഫ് OTT. ഇപ്പോൾ ഏത് ഭാഷ ആണെങ്കിലും അതിൻ്റെ സബ് ടൈറ്റിൽസ് ഉണ്ട്. സോ യു ക്യാൻ ഫോളോ ദ സ്റ്റോറി ബിക്കോസ് ഓഫ് സബ് ടൈറ്റിൽസ്. ആൻഡ് കുറേ പേര് ഇങ്ങനെ നായട്ടിന് വേണ്ടി ഐ തിങ്ക് ദേവർ, ഐ ഡോണ്ട് നോ അത് പറയണോ വേണ്ടയോ എനിക്ക് അറിയില്ല, പക്ഷേ കുറേ പേര് ഇങ്ങനെ ഐ തിങ്ക് സംബഡി ഈസ്, ഐ തിങ്ക് ഐ എം നോട്ട് ഷുവർ, പക്ഷേ ദ റീമേക്കിംഗ് നായട്ട് ഇൻ ഹിന്ദി. സോ അതിന് വേണ്ടി യുനോ they were saying that അയ്യോ ഇങ്ങനെ ഒരു പടം ഉണ്ടല്ലേ, നല്ലതാണോ, എങ്ങനെയാണ്. അപ്പോൾ വാച്ച് ഇറ്റ് ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട് ഫോർ യുവർ സെൽഫ്. പക്ഷേ ഒബ്വിയസ്ലി ഇപ്പോൾ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. സോ അവിടുത്തെ കൾച്ചർ ഇവിടുത്തെ കൾച്ചർ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോ അവിടുത്തെ കൾച്ചറിന് വേണ്ടി ദേ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ഇറ്റ് യുനോ ടേൺസ് ദാറ്റ് വേ. ഇപ്പോൾ ദാറ്റ് വാസ് എ ന്യൂസ് ലോങ് ബാക്ക്. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതെനിക്കറിയില്ല. പക്ഷേ വെൻ വി ആസ് ആക്ടേഴ്സ് വി ഗെറ്റ് കോൾസ്, വി സേ ഇങ്ങനത്തെ ഒരു പടമുണ്ട്, സോ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് ഇതാണ്, വി ആർ സോർട്ട് ഓഫ് റീമേക്കിംഗ് ഇറ്റ്. സോ നമുക്ക് അതിൽ തന്നെ ഇറ്റ്സ് എ പ്രൗഡ് മൂമെന്റ് ദാറ്റ് നമ്മുടെ സൗത്ത് ഫിലിം ഇസ് ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് OTT അവരിൽ നിന്ന് കാണുന്നുണ്ട്. ആൻഡ് they thought that this can be, you know, it's got all the plus points to be remade in another language. So അങ്ങനെ ഒരു റീമേക്ക് പോസിബിലിറ്റി നായാട്ട് ഓൾറെഡി തമിഴ്, തെലുങ്ക്, ഹിന്ദി റീമേക്ക് റൈറ്റ്സ് പോയതാണ്. അവർ എടുത്തിട്ടില്ല, പല എനിക്കൊന്ന് തെലുങ്ക് വന്നു. എന്തായാലും അവർ റീറൈറ്റ് ചെയ്യല്ലോ, അവരൊരു കൾച്ചറിലോട്ട് മാറ്റി. എനിക്ക് എങ്ങനെ അത് പോയിന്നറിയില്ല. ഹിന്ദി ഇതുവരെ ആയിട്ടില്ല. ആ ഡയറക്ടർ മിക്കവാറും അത് ചെയ്യാനിരിക്കുന്ന ഡയറക്ടർ ഹാഫ് മലയാളിയാണ്. പുള്ളിയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്.